വലിയ കൂന പിടിക്കും. എന്തോ കൂന 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 പിടിച്ചു. കൂന പിടിച്ചു. ഏത് മെറ്റലിൻ്റെ കൂന പിടിച്ചു. ഫിക്സിൻ്റെ കൂന പിടിച്ചു. ആ അതെടുത്തു. മതിയാവുമല്ലോ. കലഞ്ഞൂർ പഞ്ചായത്തിൽ ഇത്രയധികം കോറികൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനെ സംബന്ധിച്ച് അന്വേഷണം നടത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെ രാത്രിയെന്നോ പകലെന്നോ കൂടാതെ ടിപ്പറുകളുടെ മരണപ്പാച്ചിലാണ്. സ്കൂൾ ടൈമുകളിൽ ടിപ്പറുകൾ സഞ്ചരിക്കാൻ പാടില്ല, ലോറികൾ ലോഡും കയറ്റി അമിത വേഗത്തിൽ പാടില്ല, നിർത്തിയിടണം എന്നാണ് നിയമം. ആ നിയമം വരെ ലംഘിച്ചുകൊണ്ടാണ് ഇപ്പം ടിപ്പറുകളുടെ മരണപ്പാച്ചിൽ. ഇതിനെതിരെ ശബ്ദമുയർത്തിയതിനെ കഴിഞ്ഞ 1.5 വർഷം മുമ്പേ പാറക്കോറികളുടെ ഗുണ്ടകൾ എൻ്റെ തലയ്ക്ക് അടിച്ച് പരിക്കേൽപ്പിച്ചു. മരണപ്പെടുന്ന അവസ്ഥയുണ്ടായി. ഭാഗ്യം കൊണ്ട് അതിൽ നിന്ന് രക്ഷപ്പെട്ടു. അപ്പോൾ ഇതിനൊരു മാറ്റം വരണം. സമൂഹത്തിൽ ഇത്രയധികം ക്യാൻസർ രോഗികൾ ഇവിടുത്തെ എനിക്ക് പ്രധാനമായിട്ട് എടുത്തു പറയാനുള്ളത്, സംസ്ഥാന ആരോഗ്യവകുപ്പ് പത്തനംതിട്ട ജില്ലയിൽ ഒരു പഠനം നടത്തണം. ഇത്രയധികം ക്യാൻസർ രോഗികൾ എങ്ങനെയാണ് ഈ പത്തനംതിട്ട ജില്ലയിൽ ഉണ്ടാകുന്നത്? ഇത്രയധികം ശ്വാസകോശ രോഗികൾ, ഇത്രയധികം ഹെപ്പറ്റൈറ്റിസ് ബിക്കാർ, എങ്ങനെയാണ് ഇത്രയും രോഗം ഇവിടെ വ്യാപകമാകുന്നത്? ഇതിനെ സംബന്ധിച്ചൊരു പഠനം സംസ്ഥാന ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ നടത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ പ്രദേശത്തുള്ള കുഞ്ഞുങ്ങൾക്കെല്ലാം ഇപ്പം 3 മാസമായ കുഞ്ഞുങ്ങൾക്ക് വരെ ന്യൂമോണിയ ബാധിച്ച് ഹോസ്പിറ്റലിൽ മാസങ്ങളോളം ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങാൻ സമയമില്ലാത്ത രീതിയിലാണ്. അതുപോലെ എൻ്റെ മൂത്ത മകൾക്കാണ് MSc പഠിക്കുന്ന, അവൾക്ക് എന്നും കണ്ണിന് ചൊറിച്ചിലും പ്രോബ്ലമാണ്. അന്നേരം ഇപ്പോൾ ടെസ്റ്റ് ചെയ്തപ്പോൾ പൊടി അടിക്കുകയോ ചെയ്യരുതെന്നാണ് പറഞ്ഞേക്കുന്നത്. പിന്നെ അതുപോലെ ഈ പ്രദേശത്ത് ഇപ്പോൾ ഇതിനോട് പ്രതികരിക്കാതെ ഇരിക്കാൻ വേണ്ടി ഈ പ്രദേശത്തുള്ളവർക്കെല്ലാം അരിയെ, പൈസ, പിന്നെ വെള്ളം, അങ്ങനെ സാധനങ്ങൾ കൊടുത്ത് അവരെ ഈ പ്രദേശത്തുള്ള ഒരുപറ്റം ആൾക്കാരെ അവർ കയ്യിലെടുത്തേക്കുവാണ്. ഇപ്പോൾ പുതിയതായിട്ടൊരു ശബരിമല അയ്യപ്പൻ്റെ പേര് പറഞ്ഞുകൊണ്ട് അയ്യപ്പൻ്റെ ഒരു ഇടത്താവളം എന്നും പറഞ്ഞ് മുറിഞ്ഞകൽ ജംഗ്ഷനിൽ ഒരു താവളം ഉണ്ടാക്കുകയും അവിടെ കഞ്ഞിസദ്യ നടത്തുകയും അതുമെല്ലാം ഈ പാറമടയുടെ മറവിലാണ് ഇവർ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ജനങ്ങൾ ഇതിനെ അനുകൂലമായിട്ട് കൊണ്ടുപോകണം, അവരുടെ നന്മയായതെന്നും പറഞ്ഞു അവരിതിനോട് പ്രതികരിക്കരുതെന്നുള്ള രീതിയിൽ ഇവർ ഓരോ പുതിയ കണ്ടുപിടുത്തങ്ങൾ കൊണ്ടുവരിക. ഇനി വറവ് സമയമാകുമ്പോൾ ഓരോ വീടുകളിൽ ആളില്ലെങ്കിൽ അവർ വീടിനകത്ത് കയറി പാത്രം എടുത്ത് വെള്ളം നിറച്ച് സ്റ്റോക്ക് ചെയ്ത് കൊടുക്കും. അങ്ങനെ വന്നപ്പോഴ ഒരുപാട് പേർക്ക് ഈ പാറമട കർഷകർക്ക് തന്നെ വൈരാഗ്യമായി. പല രീതിയിൽ അതിനകത്ത് വന്ന താമസക്കാരെ അവർ ഒറ്റപ്പെടുത്താൻ നോക്കി, അവരുടെ കസ്റ്റഡിയിലാക്കി. ഇപ്പം ഈ ക്രഷർ കൊണ്ട് ചേട്ടന് ബുദ്ധിമുട്ട് ഒത്തിരി ഉണ്ടായിട്ടുണ്ടോ? ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഇത് കണ്ടില്ലേ, പാറപ്പൊടി നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ ഒരു ഉണ്ടോ, പാറപ്പൊടി ഒന്നും പറ്റുന്ന പാറപ്പൊടി നമ്മുടെ ആഹാരത്തിനകത്ത് വരും, ഇതിനകത്ത് പിന്നെ ഇതിന്റെ എന്ത് ചെയ്യും? കൈ ഒന്ന് കാണിക്കട്ടെ. ഒരുപാട് ഭീഷണിയുണ്ട്. ഞാൻ പിന്നെ ഇവിടെ കിടന്ന് പറഞ്ഞാൽ ജനിച്ചാലൊരിക്കൽ മരിക്കണം. എന്നാ പിന്നെ 4 കൊല്ലം മുന്നേ കൂട്ടി പോട്ടെന്ന് കണ്ടിരിക്കുക. അത്ര ഒരു ധൈര്യത്തിന് മാത്രം. നമ്മളെന്തെങ്കിലും ഒരിക്കൽ പോകണ്ടേ ജനിച്ചാൽ.